ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോഗോ ടെസ്റ്റ് നെറ്റ് പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫാരോസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സെയിം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് നെറ്റാണ് ഈ ഒരു ഫോഗോ ടെസ്റ്റ് നെറ്റ്. അപ്പോൾ നിങ്ങൾ ഫാരോസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോഗോ ടെസ്റ്റ് നെറ്റും ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടുതരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫോസെറ്റ് ക്ലെയിം ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ റിക്വസ്റ്റ് ഫെയിൽഡ് ആയി പോകുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്കിത് മൊബൈലിലും ഫാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഒരുപാട് നിങ്ങളിങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസേഴ്സ് എന്താവും ഇതിന് ലെഫ്റ്റ് ആയി പോവും. അങ്ങനെ ഒരുപാട് യൂസേഴ്സ് ലെഫ്റ്റ് ആയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നതിൻ്റെ റിവാർഡ് തീർച്ചയായിട്ടും നല്ലൊരു റിവാർഡ് ആയിരിക്കും എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഇതിനൊരു 14 മില്യൺ ഫണ്ടിങ് ആണ് ഇവൻ്റെ ഒരു കമ്പനിയൊക്കെ ഇതുവരെ റേസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ എയർ ഡ്രോപ്പ് കൺഫേംഡ് ആണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൾമോസ്റ്റ് ടൈം ഡ്യൂറേഷനൊക്കെ 45 മിനിറ്റ് തന്നെയാണ് ക്രിപ്റ്റോ റാങ്കിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഡി ആപ്സ് ഒക്കെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, ഇപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾ ഫാരോസിൽ എന്താണോ ചെയ്യുന്നത് ഈ സീസൺ 2 ഞാൻ പറഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവിടെ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് മാത്രമാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫോഗോ ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡ് വിത്തൗട്ട് കോംപ്രമൈസ്, നോ ലാറ്റൻസി, നോ ഫ്രിക്ഷൻ, നോ ബുൾഷിറ്റ്, ബിൽഡ് ബൈ ട്രേഡേഴ്സ് ഹൂ നോ വാട്ട്സ് മാറ്റേഴ്സ് എന്നുള്ളൊരു രീതിയിലാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടെസ്റ്റ് നെറ്റും പ്രൊജക്റ്റൊക്കെ കൊണ്ടുവരുന്നത് ഈ ഒരു ട്രാൻസാക്ഷനൊക്കെ വീണ്ടും സ്മൂത്ത് ആക്കാനും ഫാസ്റ്റ് ആക്കാനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവരും എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്, ഇല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ എന്താണ് വളരെയധികം ഒരു പൊട്ടൻഷ്യലേക്ക് ഈ ഒരു പ്രൊജക്റ്റിന് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ തൊട്ട് താഴോട്ട് വരുന്നുണ്ട്, ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റ് നെറ്റുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ റെഫർ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. നിങ്ങൾ എത്രത്തോളം ഇതിൽ എൻഗേജ്മെൻ്റ് ആവുന്നു ഇല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അത്രത്തോളം റിവാർഡായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് കണക്ട് യുവർ വാലറ്റ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫോഗോ എനേബിൾസ് ആപ്പ് ടു ഓപ്പറേറ്റ് യൂസിങ് ത്രൂ ദ സൊലാന ക്യാപിറ്റൽ വാലറ്റ്. അപ്പോൾ നമുക്കിവിടെ വരാൻ പോകുന്ന ഇല്ലെങ്കിൽ ഏത് വാലറ്റാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, സൊലാന വാലറ്റ് തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കുറച്ച് വാലറ്റൊക്കെ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒന്ന് ഫാൻഡം തന്നിട്ടുണ്ട്, നൈറ്റ്ലി വാലറ്റ് തന്നിട്ടുണ്ട്, സോൾഫെയർ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നത് കാരണം ഇതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ഈ ഒരു നൈറ്റ്ലി വാലറ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ആൾറെഡി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സൊലാനയിലാണ് ചൂസ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും സൊലാനയെ തന്നെ ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ട് താഴോട്ട് വരിക. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഒരു ഫോസെറ്റ് ടോക്കൺ ഇല്ലെങ്കിൽ അവൻ്റെ ടെസ്റ്റ് നെറ്റ് ടോക്കൺ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്കും കുറേ ഡിഫിക്കൽട്ടീസ് വരുന്നത്. ഞാനിവിടെ എൻ്റെ നൈറ്റ്ലി വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത കാരണം തന്നെ ഇതിൽ ഇവർ സജസ്റ്റ് ചെയ്ത കാരണം തന്നെ നമുക്ക് എന്താണ് ഇവിടുത്തെ ട്രാൻസാക്ഷനൊക്കെ മേ ബി സ്മൂത്ത് ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വാലറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫോസെറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ ടു മെനി റിക്വസ്റ്റ് ട്രൈ അഗെയിൻ ലേറ്റർ എന്നുള്ളൊരു ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര ഡിഫിക്കൽട്ടീസ് ഉണ്ടോ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് എന്താണ് വാലറ്റിൽ ഒരു സമയമാകുമ്പോൾ കിട്ടും എന്നുള്ളൊരു കാര്യം നിങ്ങൾ വിശ്വസിച്ച് തന്നെ ചെയ്യുക. ഞാൻ തന്നെ ഒരു ആൾമോസ്റ്റ് അരമണിക്കൂർ ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ടോക്കൺസ് ഒക്കെ എൻ്റെ ഈ ഒരു വാലറ്റിലേക്ക് എടുത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 ഫോസെറ്റ് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് ക്ലെയിം ചെയ്യുക. അടുത്തത് നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിങ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു ടോക്കണിൽ നിന്ന് വേറൊരു ടോക്കണിലേക്ക് മാറ്റുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഏതിൽ ചെയ്തിട്ടുണ്ട്, ഫാരോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ബ്രിഡ്ജിങ്ങും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫോഗോ USDF എന്നുള്ള ടോക്കണൊക്കെയാണ് നമുക്ക് ഇവിടെ എന്ത് ആയിട്ടുള്ളത്, ഫോസെറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാനുള്ളത്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇവരിൻ്റെ ഈ ഒരു ഡി ആപ്സിൽ അല്ലെങ്കിൽ ഇവർ പുതിയ ഏതിലാണോ വരാൻ പോകുന്നത് അതിൽ എൻഗേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വയലൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ ഫ്ലെക്സ് ബീം എന്ന് പറഞ്ഞിട്ടുള്ളൂ, അതേപോലെ തന്നെ റെഡ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫൈറോണും ആംബിയൻറ്റും ഇപ്പോൾ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് വയലൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വയലൻ്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഫാരോസി ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, സ്വാപ്പ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ വാലറ്റ് കണക്ഷൻ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു വാലറ്റ് കണക്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഫോഗോ ഒക്കെ അതിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ FUSDT
വെയിറ്റിംഗ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ടോക്കൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോക്കൺ എടുക്കാം. ഞാനിവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഏറ്റവും ഈ ഒരു ടെസ്റ്റ് നെറ്റിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ വളരെ വളരെ കുറച്ചിട്ട് രീതിയിൽ മാത്രം എന്ത് ചെയ്യുക, ട്രാൻസാക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുക, എന്നാൽ മാത്രമാണ് പെട്ടെന്ന് നടക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ ബൈയിങ് FUSDT എന്ന് പറയുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി തന്നെ എന്താവുന്നുണ്ട്, ഈ ഒരു വാലറ്റിൽ കൺഫർമേഷൻ ആയിട്ട് പോകുന്നുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ബിൽഡ് ചെയ്യുന്ന പ്രൊജക്റ്റ് അത് തന്നെയാണ് ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ട്രാൻസാക്ഷൻ മെത്തേഡാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രിഡ്ജിങ്ങിനോ ഇല്ലെങ്കിൽ ഒരു ട്രേഡ് ചെയ്യുമ്പോഴോ ഒരു ഡിഫിക്കൽട്ടീസും നമുക്ക് പെട്ടെന്ന് തന്നെ വരില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മളിവിടെ അടുത്ത് ചെയ്യുന്നത് ലിക്വിഡിറ്റി പൂൾ കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആൾറെഡി തന്നെ നമ്മൾ ഫാരോസിൽ ലിക്വിഡിറ്റി പൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കണക്ക് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ ആൾറെഡി നമ്മുടെ വാലറ്റിലുള്ള ടോക്കൺസ് വെച്ചിട്ടാണ് ലിക്വിഡിറ്റി പൂൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വാലറ്റിൽ ഏതൊക്കെ ടോക്കൺസ് ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫോഗോ FUSDT ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലെയിം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 50% കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എന്താണ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഹാഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹാഫ് ഓഫ് രണ്ട് ബോത്തിൻ്റെയും നമുക്ക് എന്താണ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ലിക്വിഡിറ്റി കൊടുക്കാൻ പറ്റും. അത്ര മാത്രമാണ് ചെയ്യാനുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻ ഇവിടെ പെട്ടെന്ന് സക്സസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആകെ ഒരു ഡിഫിക്കൽട്ടീസ് വരുന്ന ഈ ഒരു ഫോസെറ്റ് ക്ലെയിം ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് നിങ്ങൾക്ക് ഏറ്റവും ഒരു ഡിഫിക്കൽട്ടീസ് വരുള്ളൂ. ഞാനപ്പോൾ വയലൻ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ഫ്ലെക്സ് ബീം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഫാരോസിൽ CFD ട്രേഡിംഗ് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ട്രേഡിംഗ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ ഈ ലോഗിൻ ചെയ്യാൻ വേണ്ടി നേരെ ഈ ഒരു മെനു സെഷനിലേക്ക് വരിക. ഇവിടെ ഈ ലോഗിനിൽ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാലറ്റ് വെച്ച് കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ടെലിഗ്രാം വെച്ച് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അവരിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് ഉണ്ട്, സ്വാപ്പിംഗ് ഉണ്ട്, സ്മാർട്ട് മണി, ജെംസ്, ടൂൾസ്, ലിക്വിഡിറ്റി, പ്രൊഫൈൽ, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പിലേക്ക് വന്നു. ഈ ഒരു ആപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നേരെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ എന്താണ് ഈസി ആയിട്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ ഉള്ളൂ. ഇവിടെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ട്രേഡിംഗ് പെയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇവിടെ എന്താണ് എല്ലാ ഓപ്ഷനും നമുക്കിവിടെ കാണുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു എമൗണ്ട് ഇവിടെ 0.001 എന്ന് പറഞ്ഞിട്ടുള്ള ഫോഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഏത് ഇതായിട്ടാണോ വേണ്ടത് അവിടെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, അത് മാറ്റാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഡിഫിക്കൽട്ടീസ് വരും. കാനോട്ട് റീഡ് പ്രോപ്പർട്ടി ഫോർ അൺഡിഫൈൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോക്കൺ മാറ്റുക, നമുക്കിവിടെ എന്താണ് വേറൊരു ടോക്കൺ ആക്കി വെക്കുക, എന്നിട്ട് നോക്കുക ഇങ്ങനെ എത്രത്തോളം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഈ ടോക്കൺ ഇൻ ദ പൂൾ ഹാസ് ഫ്രീ അതോറിറ്റി ആണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എന്താണ് ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ടോപ്പ് ടോക്കൺ നോക്കുക, അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് സ്വാപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുക. അപ്പോൾ ഇവിടെ ട്രെൻഡിങ് ടോക്കൺസും ഇല്ലെങ്കിൽ ട്രെൻഡിങ് ട്രേഡിംഗ് ആയിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്രൊഫൈലിൽ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എവിടെ നിന്ന് ബൈ ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ ബൈ ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇനി നമുക്കിവിടെ എൻഗേജ്മെൻ്റ് ആവുന്നത് റെഗ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു റെഗ് ചെക്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തിനാണ് റെഗ് ചെക്ക് ഒക്കെ യൂസ് ചെയ്യുക. സൊനാലിൽ വരുന്ന ഏതെങ്കിലും ഒരു ടോക്കണിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ടോക്കൺസിൻ്റെ അത് വെരിഫൈഡ് ആണോ, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോക്കൺസ് ഒക്കെ എടുക്കുക, ടോക്കൺസ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും എൻഗേജ്മെൻ്റ് ആവുക. ഇനി നമുക്കിവിടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ലെറ്റ് ബോറോ വിത്ത് വെയിറ്റ് ആൻഡ് നോയ്സ് ആൻഡ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പൈരോനാണ്. അപ്പോൾ ഇത് വരാനാണ് പോകുന്നുള്ളൂ. ആംബിയൻ്റ് എന്ന് പറയുന്നത് ട്രേഡാണ്. അപ്പോൾ ഇതും വരാനാണ് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്താണ് ചെയ്യാനുള്ളത്, ഈ ഒരു 3 എണ്ണത്തിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പെട്ടെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൽ എൻഗേജ്മെൻ്റ് ആവാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫാരോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുക. എത്രത്തോളം ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യുക.